ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഗെയിം പ്ലേ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നെന്ത് നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലാണുള്ളത്. അതാരെ ചാടുന്നത് ബാൽക്കണി കൂടെ ഓടിപ്പോന്ന് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലല്ലോ. എന്ത് സംഭവം? സംഭവം ഉണ്ടല്ലോ ഇവിടെ, അറിയില്ല കേട്ടോ. നോക്കട്ടെ കേട്ടോ. മൈക്കിളെവിടെ? വണ്ടി എടുക്കുന്നതാണാണ്ട്. മൈക്കിള് ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ടല്ലോ. എന്ത് സംഭവം? എന്താ മൈക്കിൾ പറ്റി? അവനെ പിടിക്കാനാ? എന്താ സംഭവം? എന്താ അടിപൊളി പൊക്കിത്ര മൈക്കിള് പൊക്കിയെന്നാ പറയണത്. അപ്പോൾ കഥ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമുക്കെന്തായാലും നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ മൈക്കിളും ഫ്രാങ്ക്ലിനും കൂടിയിട്ട് ഞാനെ പൊക്കാൻ പോവാണ്. ഇതാരാണിത്? ടെന്നീസ് കോച്ചാ? അടിപൊളി കോച്ചിൻ്റെ. നമ്മളെ പണ്ടത്തെ മിഷന് കാണാത്തവർ നേരെ പോയി കാണട്ടെ. നമ്മൾ റീപ്രോസസ് പറഞ്ഞൊരു വെഹിക്കിള് തിരിച്ചെടുക്കുന്ന ഒരു മിഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെന്നീസ് കോച്ച് അന്നേ അവരെ വീട്ടിലുണ്ടായിരുന്നു മൈക്കിളില്ലാത്ത സമയത്ത്. നമ്മൾ മൈക്കിൾ എന്നിട്ട് നമ്മളെ സർവൈലൻസ് ആക്കി നടക്കുകയായിരുന്നു. ഇപ്പം എന്തായി? പെട്ടിയില്ലേ? നമ്മൾ ഇനി എന്താ? ഇനി ചേസ് ചെയ്യുക, വേറെ വഴിയില്ല. പുള്ളി ഭയങ്കര സ്പീഡിലാണ് പോകണം കേട്ടോ ടെന്നീസ് കോച്ച്. എല്ലാത്തിലും ഭയങ്കര സ്പീഡാണ്, കളിയിലും ഭയങ്കര സ്പീഡാണ്. പോട്ടെ എവിടെയും പോട്ടെ. നമ്മൾ ഫ്രാങ്ക്ലിന് നല്ല സ്പീഡിലാണ് പോണത്, എവിടെയും നോക്കുന്നില്ല. എവിടെ അയാളെവിടെ? ആ ഫ്രണ്ടിലെ പോണ വണ്ടിയിട്ടാണ്. എല്ലാവനെ പോയി പൊക്കണം. എന്തൊക്കെ ഇതിപ്പോൾ ആരെ ഭാഗത്ത് തെറ്റി? അവൻ്റെ ഭാഗത്തല്ലേ, ബസ്സുകാരൻ്റെ ഭാഗത്തല്ലേ? അവൻ നോക്കിയെടുക്കണ്ടേ? നമ്മൾ സ്റ്റക്കായി. എന്ത് ചെയ്യുന്നീ? അടിപൊളി, അവൻ രക്ഷപ്പെട്ടു. പക്ഷെ സ്ഥലം നമുക്ക് അറിയാമെന്ന്, ആർക്ക്? മൈക്കിളിനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് നേരെ പോവാം. ഇനിയിപ്പോൾ അവന് രക്ഷപ്പെട്ട് അവൻ്റെ വണ്ടി കാണാനൊന്നുമില്ല റോഡ് സൈഡിൽ. പോട്ടെ. ഇപ്പോൾ നേരെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? യു സീ ദാറ്റ് ലിറ്റിൽ പീസ് ഓഫ് ഷീറ്റ്. പിടിച്ചിരിക്കും. ഞാനാ പറയണത്, ഫ്രാങ്ക്ലിനാ പറയണത്. മൈക്കിളെ പിടിച്ചിരിക്കും. നമ്മളെവിടെ എത്തി? ഇവിടെയാണ് സ്ഥലം കഴിഞ്ഞിട്ടുണ്ടോ? സ്ഥലത്താണ്. അതാ വണ്ടി, അതാ റെഡ് വണ്ടി അല്ലായിരുന്നു ഇതന്നെ. അതാ മച്ചാ മുകളിലേക്കുണ്ട് കേട്ടോ. പുള്ളിയതാ. ഇങ്ങനൊന്ന് സെറ്റിൽ ചെയ്യണം എന്നാണ് മൈക്കിള് പറയണത്. അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കുക. എന്താ അവസ്ഥ എന്നുള്ളത് നോക്കട്ടെ. ഇറങ്ങി എന്താ പ്ലാൻ എന്ന് അറിയില്ല കേട്ടോ. നോക്കട്ടെ എന്താ ചെയ്യാൻ പോണെന്നുള്ളത്. എന്തായാലും മോളിൽ കയറി തീർക്കാൻ പറ്റില്ല. നോക്കട്ടെ എന്താ ചെയ്യാൻ പോണെന്നുള്ളത്. ഫ്രാങ്ക്ലിൻ എന്തോ പണി ചെയ്യുന്നുണ്ട്. നോക്കാം എന്താന്നുള്ളത്. എന്താടാ പരിപാടി ചെയ്ത് ഇവനെ ടെന്നീസ് കോച്ച്? പൊക്കാൻ എന്താ ചെയ്യും? അവനെ ഏറ്റവും മോളിൽ കയറിയിരുന്നതിനാൽ പൊക്കാനും പറ്റില്ലല്ലോ. അടിപൊളി തുടങ്ങി. കളി വേറെ ലെവലിലോട്ടാ പോണോട്ടെ. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ. ഇതാരാ? ഇതാരാ? പെണ്ണാരാ? അവൻ്റെ വൈഫാണോ? ഇത് സംഭവം എന്താണ്? ഇത് മനസ്സിലായില്ലല്ലോ എനിക്ക്. എന്താ ചെയ്യാൻ പോണോ നോക്കട്ടെ കേട്ടോ. Here we go. Let's see what happens. നോക്കാം എന്താ പോണെന്നുള്ളത്. അടിപൊളി. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതറിയായിരുന്നു. ഇത് തന്നെ ഉണ്ടാകാൻ പോകണമെന്നുള്ളത്. എന്താ കാണിക്കണം? അതിന് അവനെ നിലത്തേക്ക് ഇടണം. കാരണം അവിടെ കയറി ചെല്ലാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഏറ്റവും റോക്ക് ഫീൽഡിൽ ഏറ്റവും ടോപ്പസ്റ്റ് ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ നോക്കാം. നമ്മളെ ട്രക്ക് റിയൽ വീൽ ഡ്രൈവ് കേട്ടോ. അടിപൊളി. വീണ് ഇനി എന്താ ചത്തുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടാവും തോന്നുന്നു, അറിയില്ല. എന്താണെങ്കിലും സെറ്റായി. അടിപൊളി. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മൈക്കിൾ. ഇനി എന്താ? ഇനി പോവാ. ഇവിടെ നിൽക്കല്ലേ, വണ്ടി എടുക്കേ. അങ്ങനൊരു പാഠം പഠിപ്പിച്ച് മൈക്കിളിൻ്റെ വീട്ടിൽ കയറിയിട്ട് പരിപാടി നടത്തി കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താന്നുള്ളത്. നേരെ പോവട്ടെ. ഇനി എന്താ ഉണ്ടാവുക? ഇനി നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ടവിടെ പോകണം കേട്ടോ. ഇതാരും വിളിക്കുന്നത്? 1 നമ്പറിൽ നിന്നാണല്ലോ. ടെന്നീസ് കോച്ചാ? അത് അവൻ്റെ വീടല്ലാന്നൊക്കെ പറയുന്നത്. അടിപൊളി. ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു പറയുന്നത്. ഇതാരാ? അടുത്ത പെണ്ണ് ഒപ്പം ഉണ്ടായിരുന്ന പെണ്ണിൻ്റെ സൗണ്ടല്ലോ അത്.
മാർട്ടിൻ മദ്രാസോ പെട്ടു മോനെ, മാർട്ടിൻ മദ്രാസോ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പേടിച്ചു, കാരണം പേര് വേറെ സീൻ പേര്. ഇനി എന്താ ഉണ്ടാകാൻ പോണെന്ന് എനിക്ക് അറിയില്ല. മാർട്ടിൻ മദ്രാസോ സീൻ പേരാ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡോണിൻ്റെ പേര് പോലെ ഉണ്ട്. നമുക്ക് എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും എന്താ ഉണ്ടാവണമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് മൈക്കിളിനെ വീട്ടിലിറക്കിയിട്ട് നമുക്ക് നല്ല സ്കൂട്ടാവാം, അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ അവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ലൈഫ് ഡേഞ്ചറിലാണ്. ബാക്കിലതാ 2 വണ്ടി നിറച്ച ആൾക്കാരാണ്, 2 വണ്ടി വരുന്നത്. വണ്ടിയാണോ ബൈക്കാണോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒന്നും നോക്കണ്ട, എടുത്ത് എവിടെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെ നമ്മൾ ഡൈവേർട്ട് ചെയ്യണം, വേറെ വഴിയില്ല. ഒരു പിസ്റ്റലും ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മൈക്കിളിലോട്ട് ഫ്രാങ്കിളിലോട്ട് സ്വിച്ച് ചെയ്തു കേട്ടോ. എവിടെ നമ്മളൊരാൾ തീർത്തു, കോ പാസഞ്ചർ തീർത്തിട്ടാ ഒരു വണ്ടിയില്ല. ഇനി ആ വണ്ടി ഡ്രൈവറും തീർത്തു. അങ്ങനെ ഒരു വണ്ടി നൈസിൽ നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. ഒരു വണ്ടി കൂടി ഉണ്ടല്ലോ. ഈ ഒരു പിസ്റ്റലും വെച്ചിട്ടാണ് നമ്മൾ അടിക്കണം കേട്ടോ. അപ്പോൾ 2 പേരെ നമ്മൾ ഒറ്റയടിക്ക് തീർത്ത്. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് പറയണത്. അപ്പോൾ നമ്മൾ മൈക്കിളിനെ സ്വിച്ച് ചെയ്തു. ഇനി മൈക്കിളാണ് ഡ്രൈവ് ചെയ്യുക. ഫ്രാങ്ക്ലിൻ അപ്പുറത്തുണ്ട്. ഫ്രാങ്ക്ലിനാണ് ഈ 2 വണ്ടിയിലെ മദ്രാസിൻ്റെ ആൾക്കാരെ തീർത്ത് കേട്ടോ. താങ്ക്സ് ടു ഫ്രാങ്ക്ലിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ അവനെ ഇറക്കണം. ഇനി എന്തുണ്ടാകാൻ പോകണമെന്ന് അറിയില്ല. മൈക്കിള് ഫ്രാങ്ക്ലിനോട് പറയണം യു ഡിഡ് എ ഗുഡ് ജോബ് എന്നൊക്കെ പറയുന്നത്. നല്ല പരിപാടി ചെയ്തതല്ലേ. ഇപ്പോൾ നമ്മൾ തീരേണ്ട സമയം. കാരണം വെച്ചാൽ മദ്രാസിൻ്റെ ആൾക്കാർ ചെറിയ ആൾക്കാരല്ല. പേരിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തോ വരാനിരിക്കുന്നുണ്ട്, ഉറപ്പാണ്. Trust me, we handled it. Whoever the fuck Martin Madrazo is, I've known worse. We just handled a few low-ranking crimes. Whew. Hey, thanks for the help out there today, kid. I had no idea it was gonna get that hot. Shit, pulling houses off the hillside sure has a weird way of fucking with people. Yeah, well, I thought I was through with all that shit. I don't know what the hell's going on. Oh shit, I think ഇതാരത്? അടിപൊളി വീട് കണ്ടെത്തിയവര്. ഇതാരാ? ഇതാരാ ഗൈസ്? I think so. Good. I know who you are. I know where you live. Who are you? I'm Franklin. License. ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ലൈസൻസ് ഒക്കെ ചോദിക്കണം. എന്താ അപ്പം ഇതാരാ, പോലീസാണോ? No. Franklin. Maybe help Mr. DeSanta here. Who am I? I think Martin Madrazo. അടിപൊളി. ഇതാണ് മാർട്ടിൻ മദ്രാസോ. ഇതാണ് കേട്ടോ മാർട്ടിൻ മദ്രാസോ. അടിപൊളി. എന്താ സംഭവം? എന്താ Mr. Madrazo. ഫ്രാങ്ക്ലിനെ അറിയാലോ എന്താന്നുള്ളത്. Mr. Madrazo is a legitimate മദ്രാസോ ഈസ് എ ലെജിറ്റിമേറ്റ് ബിസിനസ്മാൻ. running a Mexican American gang. ഞാൻ പറഞ്ഞില്ലേ, കളി വേറെ ലെവലിലോട്ടാണല്ലോ പോണത്. വെറുതെ വള്ളി പിടിച്ച് ഫ്രാങ്ക്ലിന് മൈക്കിളും. ഇതെന്താ? അടിപൊളി. ഞാൻ പറഞ്ഞില്ല, ഇത് അവന്റെ വീടാണ് ട്ടാ. വയനാട് ഡീൽസിൽ നമ്മൾ തീർത്ത വീട്ടിലെ ടെന്നീസ് കോച്ചിന്റെ ആ വീട് മാർട്ടിൻ മദ്രാസിന്റെ വീടാണ്. അതാണ് അറിയില്ല. ഇനിയിപ്പോ എന്താ പുള്ളി പറയണേ? നത്താലിയ. നമ്മുടെ ഒരു പെണ്ണിനെ കണ്ടില്ല അവിടെ ടെന്നീസ് കോച്ചിനായിട്ട്. പുള്ളിക്കാരി അവിടെ നിന്ന വീടാണെന്നാണ് പറയണത്. അപ്പോൾ നത്താലിയക്ക് നമ്മളൊരു ഹോട്ടൽ അഫോർഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ ചിലപ്പോൾ ബില്യൺസ് ഓൺ ബില്യൺസ് നമ്മൾ ചിലവാക്കിയിട്ട് ആ വീടും വെച്ച് കൊടുക്കേണ്ടി വരും. അത് 2 കളിൻ്റെ നമുക്ക് കിട്ടാം. അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി മാർട്ടിൻ മദ്രാസിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു വീട് വെച്ച് തരാം, നിൻ്റെ ഹോട്ടലിനെ ചിലവെടുക്കാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ അറിയില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ കണ്ടാൽ നമ്മൾ എന്തായാലും തീർത്തിരിക്കും. മിഷനിൽ എപ്പോഴേലും കണ്ടതിനാ തീർക്കും, ഉറപ്പാണ്. കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. കാണിച്ചു തരാട്ടാ. Man, I'm mortgaged up to my eyeballs. Look, I only know one way to make money. I'm gonna have to give an old friend a call. Lester. I think he's in town somewhere. I'm gonna have to track him down. Just give me a little alone time, all right? All right, dog. അങ്ങനെ ഗൈസ് നമ്മളെ മിഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരന്മാരും നമ്മളെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഒപ്പം കൂടെ നിൽക്കുക. നമ്മൾ ഇനിയും ഗെയിം പ്ലേസ് വീഡിയോസ് ഇടും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.